ആഷിക്ക് ആധുനിക കാലത്ത് ടെലിവിഷൻ ചാനലുകൾ അതായത് പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകളിലെ ക്രെഡിബിലിറ്റിയൊക്കെ ചോദ്യം ചെയ്തൊരു സമയം കൂടിയാണത്. ഏതാണ് നല്ല വാർത്ത, അത് ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നു, ദൃശ്യ മികവോടെ നടത്തുന്നു, അതൊക്കെയാണ് ഇപ്പോൾ ആളുകൾ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വീണ്ടും തുടരുകയാണ്. റിപ്പോർട്ടർ ചാനലിൽ തന്നെ പല മാറ്റങ്ങൾ ഇതിനിടയിൽ പെട്ടെന്നുണ്ടായി. ഉണ്ണി ബാലകൃഷ്ണനെ പോലൊരു സീനിയർ ജേർണലിസ്റ്റ് അവിടെ നിന്ന് മാറുന്നു, നേരെ ഏഷ്യൻ ന്യൂസിലേക്ക് വരുന്നു. അപ്പോൾ തന്നെ വീണ്ടും ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇത് റിപ്പോർട്ടർ ടി വിയെ ബാധിക്കുമോ, ഒരുപാട് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും എല്ലാം റിപ്പോർട്ടർ ചാനലിന് എതിരെ ഉണ്ടായിട്ടുണ്ട്. അതായത് പല വാർത്തകളും ക്രെഡിബിൾ അല്ല എന്നും സാങ്കേതികത്തിൽ ഇപ്പോൾ ഡിജിറ്റൽ മികവ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ നിന്ന് മാറുന്നത്. അപ്പോൾ അവിടേക്ക് പകരക്കാരൻ ആര് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസം ആകാറായി. ഇപ്പോൾ ആ ഒരു പേര് അവിടത്തേക്ക് ഇപ്പോൾ ജിമ്മി ജെയിംസ്, അതായത് ഏഷ്യൻ ന്യൂസിലെ സീനിയർ ആയിരുന്ന, പിന്നീട് പല ചാനലും മാറി ഫോർത്തിലേക്ക് വന്ന് അവിടെ നിന്ന് ന്യൂസ് 18ലേക്ക് പോയി. അവിടെ നിന്നാണ് ഇപ്പോൾ ജിമ്മി ജെയിംസ് റിപ്പോർട്ടർ ചാനലിലേക്ക് വരുന്നത്. ഡിജിറ്റൽ ഹെഡായിട്ടാണ് അവിടെ ചുമതലയേൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ആധുനിക കാലത്ത് തന്നെ ഇപ്പോൾ ഈ ഒരു ജേർണലിസ്റ്റുകൾ, സീനിയർ ജേർണലിസ്റ്റുകൾ തന്നെ ഇപ്പോൾ വാർത്താ താരമാവുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വാർത്തയ്ക്ക് പ്രസക്തി ഉണ്ടെന്ന് കരുതുന്നുണ്ട്. ജിമ്മി ജെയിംസിന്റെ വരവ് എങ്ങനെയായിരിക്കും റിപ്പോർട്ടർ ചാനലിനെ അത് സ്വാധീനിക്കാൻ പോകുന്നത്? ആഷിക്കിന് തന്നെ ജിമ്മി ജെയിംസ് സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു പരിചയം കൂടെ ഉള്ള ആളാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ എന്താണ് പറയുന്നത്? ജിമ്മി ജെയിംസ് എന്ന വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ നേരിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടറിൻ്റെ വിഷയത്തിലേക്ക് വരാം. ജിമ്മി ജെയിംസിനെ പോലെയുള്ള ഒരു വ്യക്തി ഒരു ടീമിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും ആ ടീമിന് നല്ലൊരു ഊർജ്ജം വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഫോർത്ത് എന്ന ചാനൽ, ആ ചാനലിൻ്റെ പതനം തുടങ്ങി അവിടുത്തെ തൊഴിലാളികൾക്ക് ഭയങ്കര ആശയക്കുഴപ്പം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിലൂടെ ഫോർത്ത് കടന്നുപോയി. ഞാനും അതിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് പറയുകയാണ്. ഡെസ്കിൽ മൊത്തം ഒരു മൂക അന്തരീക്ഷം. ഇനി എന്ത്? ഒരുപാട് ജേർണലിസ്റ്റുകൾ തൊഴിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സാലറി വൈകുമെന്ന വാർത്തകൾ വരുന്നു. ആകെ ഒരു മൂകത. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം, ഈ ജിമ്മി ജെയിംസ് സാറ് ഡെസ്കിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം, അത്രയും നേരം എല്ലാവരും ഭയങ്കര കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത് എങ്കിൽ അദ്ദേഹം കയറി വരുന്നതോടുകൂടി അവിടെ മൊത്തത്തിലൊരു ഉണർവാണ് ആ ഡെസ്കിന് മൊത്തം ഉണ്ടാവുക. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എന്തൊക്കെ വന്നാലും ഇപ്പോൾ നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ വർക്കിംഗ് ചെയറിലാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക, ബാക്കിയെല്ലാം പിന്നീട്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ തൊഴിലാളിയാണ്, ഇവിടുത്തെ സ്റ്റാഫാണ്, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഉഴപ്പൽ നടക്കില്ല. ഇവിടെ വ്യക്തമായി നിങ്ങളുടെ ഡ്യൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കി എന്ത് ആശയക്കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് പുറത്ത് അല്ലെങ്കിൽ ഈ വർക്ക് സമയം കഴിഞ്ഞിട്ട് നമുക്ക് പരിഹരിക്കാം. അത്രയും ആ ഒരു ടീമിനെ ഭയങ്കര ബ്രില്യൻ്റായി, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിൽ ജിമ്മി സാറിനൊരു വലിയ പങ്ക് എന്ന് വേണം പറയാൻ. കാരണം അത്രയും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ സാലറി കിട്ടുമോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ ഡെസ്കിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പോലും തോന്നാത്ത ഒരു മൂഡിലാണ് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു മൂഡിൽ നിന്ന് എല്ലാവരെയും സടകുടഞ്ഞ് കൃത്യമായി ഡ്യൂട്ടികളെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഫോർത്തിൻ്റെ നട്ടല്ലായി നിന്ന ഒരു വ്യക്തിയായിരുന്നു ജിമ്മി ജെയിംസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഫോർത്ത് വിട്ടു പോകുന്നതോടുകൂടിയാണ് ഫോർത്തിൻ്റെ പൂർണ്ണമായ പതനത്തിലേക്ക് ഫോർത്ത് എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി റിപ്പോർട്ടറിലേക്ക് വരുമ്പോൾ റിപ്പോർട്ടറിന് ഉറപ്പായും അതിൻ്റെ ഒരു എനർജി ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. റിപ്പോർട്ടറിനെ പറ്റി നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ റിപ്പോർട്ടറിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. റിപ്പോർട്ടർ പെട്ടെന്ന് വളർന്നു വന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കൃത്യമായി എടുത്ത് പരിശോധിക്കുന്ന നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്കറിയാം. ഒരു വാർത്ത കിട്ടിയാൽ ആ വാർത്തയുടെ ഉള്ളുകളിലേക്ക് ചകഞ്ഞു പോവാതെ എത്രയും പെട്ടെന്ന് അതിൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും നോക്കാതെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വാർത്താ സ്ഥാപനം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകളാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അവർ ചെയ്ത ഒരു രീതി, ഈ എലക്ഷൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ എലക്ഷൻ വോട്ടിൻ്റെ റിസൾട്ട് പറയുന്ന രീതിയിൽ ഒരു യുദ്ധസമാനമായ രീതിയിലൂടെ പോകുമ്പോൾ അതിനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത്, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരിച്ചു വീഴുന്ന ആളുകളെ വിറ്റ് കാശാക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും വലിയ പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ അതിനെ അവതരിപ്പിക്കേണ്ട, അതിനെ സീരിയസ് ആയി എടുക്കേണ്ട ഒരു രീതിയുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് വളരെ ലാഘവത്തോടു കൂടി കിട്ടുന്ന ഓരോ വാട്സപ്പ് മെസ്സേജുകൾ പോലും വാർത്തയായി വിടുന്ന, അതിൻ്റെ ക്രെഡിബിലിറ്റിയോ അതിൻ്റെ സത്യസന്ധതയോ ഒന്നും പരിശോധിക്കാതെ വായിച്ചു വിടുന്ന ഒരു പ്രവണത. അതുവരെ റിപ്പോർട്ടറിൻ്റെ യൂട്യൂബ് ലൈവ് നമുക്ക് എല്ലാവർക്കും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാമായിരുന്നു, ബാക്ക് പോയി കാണാമായിരുന്നു, എല്ലാം ചെയ്യാമായിരുന്നു. ആ ഒരു രാത്രി അവർ ചെയ്ത പല കാര്യങ്ങളും പാളിപ്പോവുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടറിൻ്റെ ലൈവ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ലൈവ് നമുക്ക്
റിവേഴ്സ് ചെയ്ത് കാണാനോ അല്ലെങ്കിൽ ബാക്ക് പോയി അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റാതെ അവരത് ലോക്ക് ചെയ്ത് വെച്ചു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഇവർക്ക് കൃത്യമായി നിരന്തരമായി മണ്ടത്തരങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ജനങ്ങളെടുത്ത് ട്രോളാക്കരുത് എന്ന രീതിയിൽ അവരിപ്പോൾ അവരുടെ ലൈവ് സിസ്റ്റം റിവേഴ്സ് പോവാതെ നമുക്ക് റിവൈൻഡ് അടിച്ച് കാണാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ആ മാധ്യമ സ്ഥാപനത്തിന്റെ സ്വാഭാവികമായിട്ട്. അപ്പോൾ ഏറുന്നൊരു ചോദ്യമാണ് അതിനകത്ത് ഉള്ള ആളുകൾ ആരും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൊണ്ടും യോഗ്യരാണ്. അതായത് നമ്മൾ എന്താ പറയാനാണ് ഏറ്റവും നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്തും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അത്രയോളം ഇപ്പോൾ ഇത്രയും സാഹചര്യങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് അതിനകത്ത്. ഓരോ ആൾക്കാർ നോക്കാൻ പോകുമ്പോൾ പറയായിരുന്നു അതിനകത്ത് നമ്മൾ പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ജേർണലിസ്റ്റുകളും അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളാണ്. ഇപ്പോൾ അവരുടെ മുഖമായി വരുന്ന അരുൺകുമാർ ആയാലും സ്മൃതി പരുത്തിക്കാടായാലും സുജയ പാർവതി ആയാലും എല്ലാവരും ഭയങ്കര ക്വാളിറ്റിയുള്ള ആളുകളാണ്. അവരുടെ ഉള്ളിൽ അത്രയും സ്റ്റഫ് ഉണ്ട്. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാണ്. പക്ഷേ ആ ചാനലിൻ്റെ ഒരു സ്ട്രാറ്റജിയാണെന്ന് തോന്നുന്നു എനിക്ക് അവരെ ഒക്കെ ഈ ഒരു മണ്ടത്തരത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണതയിലേക്ക് എത്തിക്കുന്നത്. ഇവർ ഹിസ്റ്ററി പറയുമ്പോൾ നമുക്ക് അതിഗംഭീരമായിട്ട് ഇത് കേട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവർ വളരെ നന്നായി പഠിച്ചിട്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ പെട്ടെന്നൊരു വാർത്ത വരുമ്പോൾ അത് അവർ വേണ്ട രീതിയിൽ റിസർച്ച് ചെയ്യാതെ പെട്ടെന്ന് അടിച്ചു വിടുമ്പോൾ പറ്റുന്ന ഒരു മണ്ടത്തരങ്ങൾ. അതുപോലെ തന്നെ ഏതൊരു വിഷയം എടുത്താലും അതിനെ ഈ എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റ് പോലെ വാർത്ത പറയുന്ന ഒരു രീതി. ഒരു ദുരന്തം വന്നാലും അതിനെ എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമ്മൾ പുറത്തുവിടുന്ന വാർത്തകൾ സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണ് ഓരോ കാര്യങ്ങളും ചാനലിൽ വന്ന് വിളിച്ച് പറയുന്നത്. അത് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന എല്ലാവർക്കും അത് എന്താ പറയുക ബ്ലാക്ക് ഡോട്ടായി മാറുന്ന രീതിയിലാണ് മാറ്റങ്ങൾ വരുത്താനുള്ള കുറെ പരിപാടികൾ കൂടി ചെയ്യുന്നത്. അതായത് ശ്രീ നികേഷ് കുമാർ മാറിയതിന് പിന്നാലെയായിരുന്നു ഈ ഒരു മാറ്റം ഉണ്ടായത്. പിന്നെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ മാറുന്നു. പിന്നെ ഒടുവിലായിട്ട് പറയുന്ന പേരാണ് അഭ്യൂഹങ്ങളിൽ ഉണ്ടായിരുന്നതെന്ന് മാതൃഭൂമിയിൽ നിന്ന് ശ്രീ അഭിലാഷ് മോഹനൻ ഇങ്ങോട്ട് വരും. നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നല്ല രീതിയിൽ നികേഷ് കുമാറിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈം ഡിബേറ്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ റേറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിലാഷ് മോഹനെ പോലുള്ള തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ അഭ്യൂഹങ്ങളെല്ലാം മാറ്റിയാണ് ഇപ്പോൾ ജിമ്മി ജെയിംസ് എത്തിയിരിക്കുന്നത്. ശ്രീ അഭിലാഷ് മോഹന് വേണ്ടി ഒരുപാട് അവർ പ്രയത്നിച്ചു എന്ന് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെയാണ് നമ്മൾ ചോയ്സിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ട്. നമുക്ക് വലിയ വാഗ്ദാനമായിരിക്കും. ഇപ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജ്, അത്യാവശ്യം നല്ലൊരു പോസ്റ്റൊക്കെ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും. പക്ഷേ അവിടെയാണ് നമ്മൾ ചോയ്സുകളെ കുറിച്ച് നമ്മൾ നോക്കേണ്ടത്. എന്തുകൊണ്ട് ശ്രീ അഭിലാഷ് മോഹൻ അതിനകത്ത് വന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. എന്തായാലും റിപ്പോർട്ടർ ചാനൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ എല്ലാ കാലവും നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അംഗീകരിക്കണം. ഇപ്പോൾ ഏഷ്യനെറ്റ് സ്ഥാപിച്ചിരുന്ന ഒരു കുത്തകയായിരുന്നു. 1-2 മാസം കൊണ്ട് അത് പൂർണ്ണമായിട്ടും റിപ്പോർട്ടർ TV മറികടന്നു. അവർ അതിനുവേണ്ടി ഇപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണമല്ലോ അവർ 1-ാം സ്ഥാനത്ത് എത്തിപ്പെട്ടത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ചകൾ അതിന് വേണ്ട. എന്നാലും അതായത് അവരെ കാണാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടായിരിക്കും അങ്ങനെ. പക്ഷേ ഏത് രീതിയിലാണ് മാധ്യമപ്രവർത്തനം, ഇതാണോ മാധ്യമപ്രവർത്തനം, ഒരുപാട് പേരല്ലാതെയും ചോദിക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ. എന്തായാലും മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ ഒരു ബിസിനസ് കൂടിയാണെന്നുള്ള കാര്യം കൂടി ഓർക്കുമ്പോഴാണ് റിപ്പോർട്ടർ ചാനലിനെ നമ്മൾ കുറ്റം പറയണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്.